കമ്പോസിഷൻ പോലെ എഴുതല്ലേ. അപ്പോൾ ഇതുപോലെ ചില വാക്കുകളൊക്കെ നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി പഠിക്കുക. അതല്ലെങ്കിൽ ചില വാക്കുകൾ മെമ്മറിയിലേക്ക് വരണമെങ്കിൽ അത് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതെ. പിന്നെ മാത്രമല്ല ബ്രോ, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയാം. ഞാൻ മെയിൻലി പഠിച്ചത് മ്യൂസിക് ആയിട്ടാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഹിപ്പ് ഹോപ്പ് അങ്ങനെയുള്ള പല ജനറൽ കേൾക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതെല്ലാത്തിൻ്റെയും നമുക്ക് അവൈലബിൾ ആണല്ലോ, ലിറിക്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം അതിൽ നമ്മളതിന് സമയം കൊടുക്കും, ഇരുന്നൊന്ന് വായിക്കാം. അപ്പോൾ നമുക്ക് ആ പാട്ട് പാടാനൊരു ഫ്ലോ കിട്ടും എന്നുള്ള ഇങ്ങനെയൊക്കെ പല രീതിയിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ. അതിനകത്തുള്ള ഒരു കുഴപ്പമുള്ള ആ വാക്കുകൾ കഴിവതും അധികം ഒന്നും ഉപയോഗിക്കരുത്. ഇങ്ങനെയൊക്കെ ഉപദേശം കൊടുത്തിട്ട് നാളെ പോയി ജോലി കളഞ്ഞിട്ട് ടൈപ്പിന്റെ പുറകെ വരുന്നത് ദയവ് ഇത്. അപ്പോൾ എന്തായാലും പല പല ടിപ്സുകളുണ്ട്. നിങ്ങളുടെ അറിയാവുന്ന ടിപ്സുകളൊക്കെ നിങ്ങളും പറയുക. നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചതെന്ന് പറയാം. അതെ, നിങ്ങൾ പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ശരിയുണ്ടോ അതോ അത് പണിയാണോ എന്നുള്ളതും പറയാം. അതെ, എല്ലാവർക്കും അറിയാവുന്ന ടിപ്സുകളൊക്കെ ഇടുക. അപ്പോൾ മറ്റുള്ളവരും വായിക്കും. നമ്മുടെ വീഡിയോസിൽ ഒരുപാട് പേര് കമന്റ്സ് വായിക്കാൻ തന്നെ വരാറുണ്ട്.